ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹയർസിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള റിവൈവൽ സൊസൈറ്റി രൂപീകരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് അടി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്നത് ബാരിക്ക ക്രിപ്റ്റോ തട്ടിപ്പിൻ്റെ മുഖ്യ പങ്കാളിയായിരുന്ന ബാരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ റിവൈവൽ സൊസൈറ്റി ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എന്തുമാതിരി സൊസൈറ്റിയാണെന്ന് അറിയില്ല, സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അറിയില്ല, ബൈലോ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ തലശ്ശേരിയിൽ വെച്ച് കോഴിക്കോട് വെച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ള പത്ര റിപ്പോർട്ടുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്വന്തം ഭാവനയിൽ ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ, ഈ തട്ടിപ്പിനെ എതിർക്കുന്നവർ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഹൈറിച്ചിൻ്റെ കൂടെയുള്ളവരും എന്നുള്ളതാണ് വളരെ ആശ്ചര്യകരമായുള്ള കാര്യം. ഇങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നത് ഹൈറിച്ചിലെ പണം ഉണ്ടാക്കിയ ലീഡർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കേസുകൾ വരാതിരിക്കാൻ കൂടിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേസിനെ എത്ര കാലത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കാലം നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിന് പിന്നിലെന്നാണ് ഹൈറിച്ചിൽ എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പ്രതി ഇവരുടെ ഇൻട്രസ്റ്റുകൾ കൂടുകയാണ്, ജപ്തി നോട്ടീസുകൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വളരെ വിഷമത്തിലാണ്. അവർക്ക് ജപ്തി നോട്ടീസ് വരുന്നു. ചില ആൾക്കാരൊക്കെ മറ്റ് സ്ഥലങ്ങൾ, ഭൂമികൾ വിറ്റിട്ട് കടം വീട്ടുന്നു, ബാങ്കുകളിലെ ലോൺ തിരിച്ചടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ഇതൊന്നുമില്ലാതെ ആർത്തിമൂത്ത് ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തി പൂളിംഗത്തിന് പ്രതീക്ഷിച്ചവരൊക്കെ വളരെ കഷ്ടത്തിലാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ അങ്ങനെയുള്ളവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റിവൈവൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അപ്പീല് മൊത്തം വായിച്ചാണ്, ഇന്ന് മൊത്തം വായിച്ചാണ്. 150 പേജുള്ള അപ്പീലും വായിച്ചതാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും അതിൽ ഇല്ല, അതിൽ കളവല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പോസിറ്റിവിറ്റിയും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരൊക്കെ താമസിക്കുന്നത് കേരളത്തിലാണ്, അവരൊക്കെ തിന്നുന്നത് ചോറ് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണൻ സാറാണ് നമ്മുടെ പോലീസ് കുട്ടിയുടെ മൊബൈൽ പിടിച്ചു വെച്ചതിന് ഹെഡ് മാഷെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളടക്കം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇപ്പം ഒന്നും ചെയ്തുകൂടാ, കണ്ടില്ലേ നമ്മൾ അന്നൊരു ദിവസം അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ പിന്നെ കണ്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന അതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവരിതൊക്കെ അറിയുന്നുണ്ട്. അവരൊക്കെ ഇവരെ പോലെ പത്രം വീട്ടിൽ മേടിക്കാത്തവരോ TV കാണാത്തവരോ അല്ല. അവർക്കറിയാം ഈ ഹൈറിച്ച് ശുദ്ധ മണി ചെയിനാണെന്ന്. ഇവരുടെ എല്ലാ തട്ടിപ്പുകളും കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിനാണ് ഈ ഹൈറിച്ച് എന്ന് അറിയാത്തവരല്ല കേരളത്തിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാവരും തന്നെ. അതുകൊണ്ട് വത്സൻ സാർ നിക്ഷേപകനല്ല, വത്സൻ സാർ നിക്ഷേപകനല്ല, വത്സൻ സാർ നിക്ഷേപകനല്ല എന്ന് കരഞ്ഞതുകൊണ്ടോ, ശ്രീനാ പ്രതാപൻ വെറും വീട്ടമ്മയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നുള്ളതാണ്. നിരവധി തെളിവുകളുടെ കൂമ്പാരമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ സെഷൻസ് കോടതിയിലെ വിധി എന്ന് പറയുന്നത്. ഇവരുടെ ക്രിപ്റ്റോ തട്ടിപ്പുകളെ കുറിച്ച്, ഇവരുടെ ബോണ്ടുകളെ കുറിച്ച്, ഇവരുടെ മറ്റ് ബോണ്ടുകൾ
എന്താണ് ഇവരുടെ 3 ലക്ഷത്തിൻ്റെയൊക്കെ ബോണ്ടുകൾ, ചില FIRകൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ യാതൊരു വിധത്തിലും റീഇഷ്യൂവിൻ്റെ കാര്യമാണെങ്കിൽ റീഇഷ്യൂ ചെയ്യാമെന്നാണ് ഒരു വിധിന്യായം ഇവർ തന്നെ ഇല്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇവർക്കൊരു പാനിക്കായി പോകും ഇവർക്ക്. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഉള്ള ഒരു അപ്പീലാണ് അവിടെയുള്ള അപ്പീൽ. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നാണ് നിങ്ങളോട് മുൻകൂട്ടി പറയാനുള്ളത്. കേസ് ചിലപ്പോൾ എടുക്കുന്ന സമയത്ത്, കേസ് എടുക്കുമ്പോൾ അതിനൊരു കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കേസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റേ ഒക്കെ കിട്ടുമായിരിക്കും, ഒരു പക്ഷേ സ്റ്റേ കിട്ടുമായിരിക്കും. പക്ഷേങ്കിൽ ആ സ്റ്റേ കൊണ്ട് കുറേ കാലമൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും 2-3 സിറ്റിംഗ് കൊണ്ട് ഇതിൻ്റെ തീരുമാനമാവും. ആ തീരുമാനമാവുമ്പോൾ നിങ്ങൾ പെട്ടിയും കടക്കും എടുത്തിട്ട് സുപ്രീം കോടതിയിൽ തന്നെ പോകേണ്ടി വരും. സുപ്രീം കോടതി ഇടക്കാലത്തൊക്കെ ഈ കള്ളന്മാർക്ക്, മണി ചെയിൻ കള്ളന്മാർക്ക്, MLM കള്ളന്മാർക്ക് നല്ല രീതിയിൽ പെട തന്നെയാണ് അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള ഒരു മണി ചെയിൻകാരനോടാണ് പറഞ്ഞത്, ഒന്നുകിൽ പൈസ അടക്കുക അല്ലെങ്കിൽ ജയിലിൽ കിടക്കാൻ റെഡി ആയിരിക്കുക എന്ന് പറഞ്ഞ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മക്കളെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ MLM കമ്പനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മൾട്ടി പോയിന്റ് മർക്കൻഡൈൽ സിസ്റ്റം ഒക്കെ മാറി നിങ്ങൾ പക്ക MLM കമ്പനിയാണ്. നിങ്ങൾ സ്ലീപ്പിംഗ് പാർട്ട്ണറും മറ്റേ പാർട്ട്ണറും എല്ലാ പാർട്ട്ണറുമായിട്ട് നിങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് റീസെല്ലേഴ്സ് ആയി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അധോലോകമായി മാറിയെന്ന് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ നിങ്ങളറിയാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കൂടുതലൊന്നും പറഞ്ഞ് ഇതിപ്പം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പാനിക്കായി പോകും അല്ലാതെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ശ്രീന പ്രതാപൻ വെറും വീട്ടമ്മയാണ്, പാവം വീട്ടമ്മ. ഇപ്പോൾ കൂടുതലൊന്നും പറയില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു കാര്യം പറയാം.